ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് പഴയ പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെയും പല്ലികളെയും പാറ്റുകളെയൊക്കെ തുരത്തുന്നതിനുള്ള കിടിലും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പൊക്കെ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ടിപ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് പേന. ആ പേനയുടെ അടപ്പ് വെച്ചിട്ട് ഒരു കിടിലൻ ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേനയുടെ ടോപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള ഡബിൾ സൈഡ് ടാപ്പല്ലേ, അതിൻ്റെ ചെറിയ പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പീസ് അടപ്പിൻ്റെ ഭാഗത്ത് വെക്കാനായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രീതിയിൽ ഞാനിന്ന് ഈ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ഈ ഭാഗം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ടാപ്പിൻ്റെ പശയുള്ള ഭാഗമല്ലേ, സ്കിൻ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഭാഗം പശുവിലെടുത്ത് നിന്ന് അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ചെമ്മരിൻ്റെ മുകളിൽ, ഇപ്പോൾ ഞാൻ ടൈലിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. കിച്ചൻ്റെ ഭാഗത്താണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ചുമരിൻ്റെ മുകളിലായാലും എവിടെയാണെങ്കിലും നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തത് ഈ രീതിയിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം നമ്മളെല്ലാവരും വീട്ടിലുള്ള ഒരു സാധനമാണ് കേട്ടില്ല, ചന്ദനത്തിരി അല്ലേ. ചന്ദനത്തിരി വെക്കാനായിട്ടുള്ള ഹോൾഡർ ഇപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇത് കൊതുക് തിരിയായാലും ഇതുപോലെ ചന്ദനത്തിരി ആയാലും നമുക്ക് കുത്തി വെക്കാനായിട്ട് ഇപ്പോൾ ഹോൾഡർ അഥവാ ഉണ്ടെങ്കിൽ അതൊക്കെ കുട്ടികൾ എടുത്തു പോയിട്ട് എവിടെ വെച്ച് ഓർമ്മയില്ലാതൊക്കെ ഇരിക്കും. അങ്ങനെയുള്ള സമയത്തുകളിൽ ഇത് കത്തിച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ പേനയുടെ ടോപ്പിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. കുട്ടികൾക്ക് എത്തുകയും ചെയ്യില്ല, ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. അപ്പം അല്ലെങ്കിൽ അവിടെ വാതിലിൻ്റെ ലോക്കിൻ്റെ ഇടയിൽ പല സ്ഥലത്തും നമ്മൾ ഇതുപോലെ കുത്തി വയ്ക്കാറുണ്ട്. അപ്പോൾ ഓരോ അപകടങ്ങളൊക്കെ വരുന്നതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കുട്ടികൾ വെക്കാത്ത സ്ഥലത്ത് ചുമരിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പാനയുടെ ടോപ്പ് ഉണ്ടെങ്കിലും ചെറിയ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പാക്കറ്റിൽ കോഫി അതുപോലെ ടീ എന്താണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് വെക്കുമ്പോൾ കട്ട പിടിച്ച് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് കട്ട പിടിച്ച് പോകാതെ പിന്നീട് അങ്ങനെ റീയൂസ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്കത് എടുത്ത് വെക്കാം എന്നാണ് ടിപ്പാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കത്രിക ഉപയോഗിച്ച് ചെറിയൊരു ഇതുമായിട്ടൊരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കട്ടും കൂടി ഇതിനടുത്തടുത്തിട്ട് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ ഒന്നുകൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ആയിക്കിട്ട് 2 മടക്ക് ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഈ ഒരു രണ്ടാമത് കട്ട് ചെയ്തൊരു ഭാഗമില്ലേ, അതിങ്ങനെ ഇതുപോലെ ആയിക്കിട്ടും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ആയിക്കിട്ടും. അത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫുള്ളായിട്ട് ലോക്കായിട്ട് ഇരിക്കും കേട്ടോ. ഒട്ടും ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഒന്നും പുറത്തേക്ക് പോവാതെ. ഇപ്പോൾ ഇതൊരു ബ്രൂവിൻ്റെതാണ്. അപ്പോൾ കാപ്പിപ്പൊടി ഒന്നും പുറത്തേക്ക് പോകാത്ത നമുക്ക് ഫുള്ളായിട്ട് ലോക്കായിട്ട് നല്ല രീതിയിൽ സെക്യൂറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ പാക്കറ്റിൽ തന്നെ വെക്കുന്നവരുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അധികം ഇതുപോലെ സാഷേ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിലാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് നമുക്കൊരു കാപ്പി കുടിച്ച് പിന്നെ ഒരാളൊക്കെ ഉള്ള വെച്ചാൽ നമ്മൾ അത്രയും കടുപ്പൊന്നും വേണ്ടാത്തവരുണ്ടെങ്കിൽ ഫുൾ എടുക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക. അത് സെക്യൂറായിട്ട് കണ്ടില്ലേ, ഒരു തരി പോലും പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മരുന്നിൻ്റെ ചുറ്റുള്ള ഈ ഒരു ഭാഗത്തുള്ള എഴുത്തുകൾ വളരെ ചെറിയ അക്ഷരങ്ങളല്ലേ. ഇപ്പോൾ കണ്ണ് കാണാത്തവരാണെങ്കിലും കുറച്ച് പ്രായത്തിയവരാണെങ്കിലും ഇപ്പം ചെറുപ്പക്കാരാണെങ്കിലും പെട്ടെന്ന് ചെറിയ അക്ഷരങ്ങൾ അത് വായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ടിപ്പ് തന്നെയാണ്, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൊബൈൽ എടുത്തിട്ടുണ്ട്. ആ മൊബൈലിൽ നമുക്കിതൊന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമുക്കത് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും. അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പ്, അതായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ടിപ്പിലേക്ക് പോകാം. ഇതുപോലെ ഒരു പഴം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെ നമുക്ക് കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാൻ പഴം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്പി അതിൻ്റെ ഉടച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ചെറിയ ചെറിയ കട്ടകളുണ്ടാവില്ലേ, അതൊക്കെ ഉടച്ച് നല്ല രീതിയിൽ ഇങ്ങനെ ഉടച്ച് നല്ല മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ സ്വല്പം ശർക്കര പൊടിച്ചെടുത്തതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് അടിക്കലുണ്ട്, ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടി
നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എലികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ് കേട്ടോ പഴത്തിൻ്റെയും ശർക്കരയും. നമുക്ക് തന്നെ കഴിക്കാൻ തോന്നുന്നൊരു സ്മെല്ലല്ലേ, പഴത്തിൻ്റെയും ശർക്കരയും സ്മെല്ലടിച്ചിട്ട് നമ്മൾ എലികൾ പെട്ടെന്ന് വന്ന് കഴിക്കും കേട്ടോ ഈ സംഭവം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് വന്നൊരു കുഞ്ഞു മെഴുകുതിരിയാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് കുഞ്ഞ് ഇതിട്ട് ചെറിയ കത്തി ഉപയോഗിച്ച് നമ്മൾ ചീകി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കുഞ്ഞിതായിട്ട് നമ്മൾ ചീകി പൊടിയായിട്ട് നമുക്കൊന്ന് ചീകിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ എലികളൊക്കെ ഭക്ഷണം അന്വേഷിച്ചിട്ട് പുറത്തിറങ്ങുക. ആ സമയങ്ങളിൽ നമുക്ക് ഇത് ചിരട്ടയിലോ അതല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളിലോ ആക്കിയിട്ട് എലികളൊന്ന് വരുന്ന സമയത്ത് ആ ഭാഗത്താക്കി കൊണ്ടുവച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് കിട്ടിയിട്ടതിന് ശേഷം കോഴികളാണെങ്കിലും വേറെ എന്താണെങ്കിലും അതുപോലെ കുട്ടികളൊന്നും കിട്ടാത്തൊരു സമയത്ത് പുറത്തിറങ്ങാത്ത സമയത്ത് വേണം ഇത് വെച്ച് കൊടുക്കാൻ. മിക്കത് സന്ധ്യാസമയത്ത് എലികൾ വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ശല്യം ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പം ഞാനിത് ശർക്കരയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് എലികളുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വയറിൽ ഈ മെഴുകുതിരി എത്തിക്കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങളുണ്ടായി വയറ് വീർത്ത് കെട്ടിയാണ് എലികൾ ചത്തുപോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട കിടിലൻ ടിപ്പ് തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മിക്കപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ. നാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും നമുക്ക് പുറത്താണെങ്കിലും ഒക്കെ നമുക്ക് ചെറുപഴമൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെറുപഴം ഉണ്ടെങ്കിൽ ഇതുപോലെ എലികൾ ശല്യക്കാരായിട്ടുള്ള എലികളിൽ ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കേണ്ട കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സെറ്റ് ഞാൻ ചിരട്ടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള മൂടികളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എലിയുടെ മാളത്തിൽ സന്ധ്യാസമയത്ത് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എലികളുടെ ശല്യം തീർച്ചയായും ഇല്ലാണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ശർക്കരയുടെയും പഴത്തിൻ്റെയും സ്മെല്ല് ഉണ്ടായി പെട്ടെന്ന് തന്നെ എലികൾ പുറത്തിറങ്ങിയത് കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് എലിയുടെ ശല്യം വളരെ ഇതായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാക്കാനും കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ചെറുപഴമാണ് ഞാൻ വീണ്ടും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നമുക്ക് ജസ്റ്റ് ചെറിയൊരു കത്തി കൊണ്ടിട്ട് കുഴി പോലെ ആക്കി കൊടുക്കാം. അതിൻ്റെ ഒരു ഇതില്ലേ ആ ഭാഗം മാംസം ഇതുപോലെ എടുത്ത് മാറ്റാം. എന്നിട്ട് ചെറിയൊരു കുഴി പോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് ആക്കി കൊടുത്താലും മതി. ഞാനൊരു കത്തി കൊണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഴി പോലെ നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിൽ തോലി നിൽക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ഞാൻ മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഒരു കുഴി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ആക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കുറച്ച് ശർക്കര ഇതുപോലെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി പഴത്തിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത ഭാഗമില്ല, അതിൽ കുറച്ച് ശർക്കര കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുത്തിട്ടുള്ള പഴയ ഒരു സ്റ്റീൽ കൂളറാണ് കേട്ടോ. സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടാവില്ല, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ കത്രിക കൊണ്ട് ചെറിയ പീസസ് ആക്കി മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തത് കത്രികയ്ക്ക് മുറിച്ച് കൊടുക്കുക വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ കത്രികകൾ പെട്ടെന്ന് മുറിച്ച് കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പഴത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. പഴത്തിൻ്റെ ഒരു സൈഡിലെ തൊലി ഞാൻ ഉരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതിങ്ങനെ വെച്ച് കൊടുത്താലും തിന്നും. പഴത്തിൻ്റെ ശർക്കര ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ എലി വന്ന് കഴിക്കും. പഴമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ മാളത്തിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് എലി വന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ ഈ സ്ക്രബ്ബർ എലിയുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞ് സ്റ്റീലിൻ്റെ കഷ്ണങ്ങൾ എലിയുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞ് ബാക്കി കാര്യം സ്ക്രബ്ബർ നോക്കിക്കൊള്ളും. അപ്പോൾ തീർച്ചയായും അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കുന്ന അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ. തീർച്ചയായും ഇത് വയറ്റിലെത്തി കഴിഞ്ഞാൽ എലികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എലികൾ ആ ഭാഗത്തേക്ക് തന്നെ വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എലികൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വയറ് വെറുക്കുകയും ചെയ്യും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള ടിപ്പ് ചെറുപഴം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ ഇതുപോലെ പല്ലികൾ, പാറ്റകൾ, അതുപോലെ അങ്ങനെയുള്ളവരെ തുരത്താനുള്ള കിടിലൻ ടിപ്പാണ്. ചെറുപഴം വെച്ച് തന്നെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു കൊതുക് തിരിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ റൗണ്ട് കൊതുക് തിരി ഉണ്ടെങ്കിൽ അതെടുത്തപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇതാണുള്ളത്. ഇങ്ങനത്തെ കൊതുക് തിരിയാണുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ പേപ്പറിലേക്ക് ജസ്റ്റ് പഴയൊരു മുറിച്ച് കുറഞ്ഞ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചുരണ്ടി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ചുരുണ്ടി കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇടിക്കൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലെ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. കണ്ട ഇതുപോലെ ഇതാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇടിക്കൽ വെച്ചിട്ട് മേലെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി തന്നെ അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇടിക്കൽ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൊടിപ്പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലെ പഴത്തിൻ്റെയും ശർക്കരയുടെയും മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പഴയ കത്തിയോ അല്ലെങ്കിൽ പഴയ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ കയ്യുമ്മലൊന്നും ആക്കാതിരിക്കുകയാണ് കൂടുതൽ നല്ല കേട്ടോ. നല്ല മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൊതുക് തിരികൾ ചെറിയൊരു ഇതുണ്ടാകത്തില്ല, കെമിക്കലൊക്കെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കയ്യിൽ നമ്മൾ ആക്കാതിരിക്കുകയാണ് കൂടുതൽ നല്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കയ്യിൽ ഡയറക്റ്റ് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു പഴയ കത്തിയോ സ്പൂണോ അല്ലെങ്കിൽ ചെറിയൊരു മരത്തിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചെറിയ ചെറിയ കൊള്ളികൾ, അത് വെച്ചിട്ടാണെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് എലികളോ ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് പെട്ടെന്ന് പാറ്റകളും അതുപോലെ പല്ലികളൊക്കെ വന്ന് കഴിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഷീറ്റുകൾ ഉണ്ടാവില്ലേ, കട്ടിയുള്ള നോട്ടീസിൻ്റെ ചെറിയ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കിച്ചൺ കബോർഡിൻ്റെ അടിയിലെ അടിഭാഗത്തൊക്കെ നമ്മളിതുപോലെ സിങ്കിൻ്റെ വെള്ളം പോകുന്ന പൈപ്പില്ലേ, അതിൻ്റെ ചുവട്ടിലേക്കാണ് കൂടുതലായിട്ട് പല്ലികൾ പാറ്റകളൊക്കെ വരിക. അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ചുവട്ടിലൊക്കെയാണ് വരാറ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ എലികളുടെയും പല്ലികളുടെയും ശല്യമൊക്കെ ഇല്ല, പല്ലികളുടെയും പാറ്റകളുടെയും ശല്യമൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. 3 ടിപ്പ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുവരെ പറഞ്ഞ എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറന്നേക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.